നമുക്ക് അടുത്ത ടീമിനെ സ്വാഗതം ചെയ്യാം. അടുത്ത ടീം നമ്മുടെ ഈ മിന്നും താരത്തിൽ മത്സരിക്കാൻ പോകുന്ന ടീം ഏതാണെന്ന് നോക്കാം. അപ്പോൾ വീണ്ടും രണ്ട് ഫീമെയിൽസ് ആണ് ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ തരങ്കിണി എന്നാണ് അവരുടെ ടീമിന്റെ പേര്. വെൽക്കം ചെയ്യാം തരങ്കിണി ടീമിനെ. വെൽക്കം. കല്യാണം കൂടാനും വന്നത് അല്ലത് തൊലിക്കാനല്ല. നമ്മുടെയോ അങ്ങനെയൊന്നുണ്ടോ? ഉണ്ടായിരുന്ന തറവാടിന്റെ ആധാരം വീട്ടിൽ തൊലിച്ച് നീ കടന്നു പോയതല്ലേ? എന്നിട്ട് എവിടെയായിരുന്നു ഇത്ര നാളും? ഇവിടെ ഉണ്ടായിരുന്നവർ ജീവിച്ചിരിപ്പുണ്ടോ ചത്തോന്ന് നീ അന്വേഷിച്ചോ? പറമ്പിൽ നിന്ന് വീട് കിട്ടുന്നത് വിദ്യം പറിക്കും, ഈ അച്ഛനെ വെച്ച് വിളമ്പി വഴി പോകുന്നവരും ചൂളവിളിയും കെട്ടും വാതിലും മുട്ടും കേട്ട് ഈ പെണ്ണ് എത്ര കാലം വെച്ച് ജീവിക്കും? തണ്ടും തടിയുള്ള ആംഗ്ലമാർക്ക് നിശ്ചയിച്ചുറപ്പിച്ച കല്യാണല്ലേ? അവളുടെ വിധി ഇതാണോ? എന്താണ് തീരുമാനിക്കട്ടെ. മോളെ, ഇത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി തന്നെ. അതമ്മ. ഞാൻ ഒരു 15 ദിവസം മുമ്പ് ഈ ആശുപത്രിയിൽ ഡോക്ടറെ കാണാനൊന്ന് വന്ന് അങ്ങേര് ഒരു നീട്ടി പിടിച്ച ഒരു മരുന്നിന് അങ്ങോട്ട് കുറിച്ചു. 15 ദിവസമായിട്ട് എനിക്ക് ഇന്ന് വരെ ആ മരുന്ന് കഴിക്കാൻ പറ്റിയിട്ടില്ല. അതെന്താ അമ്മ? അത് മാറാത്ത രോഗത്തിന് കിട്ടാത്ത മരുന്നല്ലേ അങ്ങേര് കുറിച്ചത്. അതെ, പൊന്നമ്മ ബാബു ചേച്ചി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോ പറയാം. ഡോക്ടറുടെ കാര്യം തന്നെയാ. അയ്യോ, അതൊക്കെ ബുദ്ധിമുട്ടാവില്ല സാറേ. അന്നാമ്മേ പോകുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതിന് തിളപ്പിച്ച വെള്ളത്തിൽ അവർ കുളിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് സാറ് വെറുതെ തിളപ്പം എന്തൊക്കെ അച്ഛല്ലേ അങ്ങനെയാ പറഞ്ഞത്. പിന്നെ ഉണ്ടായെന്ന് വെച്ചാൽ അങ്ങേരെ ഞാൻ അങ്ങ് ചെന്നപ്പോ എന്നോട് ഡോക്ടർ പറഞ്ഞു അമ്മ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്ന് കഴിഞ്ഞ് എന്നോട് പേര് ചോദിച്ചതേ ഒരു ഫോൺ കോള് വന്ന് അങ്ങേര് കലിപ്പിളകിയിട്ട് ആ ഫോൺ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി കുത്തി എന്തൊക്കെയോ പറഞ്ഞു. അതെന്താന്ന് എനിക്ക് പാട്ടെന്തെന്ന് എനിക്ക് ഏകദേശം രൂപ എനിക്കൊരു നാടകത്തിലെ പാട്ടാണെന്ന് തോന്നണം. അത് മിക്കവാറും സുരോചന ചേച്ചി പാടിയ പാട്ടായിരിക്കും. ഞാനും ഏകദേശം രൂപം കേട്ടായിരുന്നു. ആ പാട്ട് ഏതാന്ന് ഞാൻ പറഞ്ഞു ചേച്ചി കറക്റ്റ് ആയിട്ട് പറയണേ. വെള്ളാറങ്കുന്നിലെ പൊന്മുള്ളം കാട്ടിലെ പുള്ളാങ്കുഴലുതും കാട്ടേവാ. വെള്ളാറങ്കുന്നിലെ പൊന്മുള്ളം കാട്ടിലെ പുല്ലാങ്കുഴലുതും കാട്ടേവാ കാട്ടേവാ. പിന്നെ എന്താ വെച്ചാ ഡോക്ടർ വന്നിരുന്നു വീണ്ടും വന്നിരുന്ന എന്നോട് ചോദിച്ചു അമ്മായി എന്താണ് അമ്മയ്ക്ക് വിഷയം എന്നാണ്, എന്താണ് അസുഖം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് സാറേ എനിക്ക് എന്റെ മേൽ ആ സകലം നീരും വേദനയാണ്, അതൊന്ന് മാറ്റി തരണേന്ന് പറഞ്ഞു. അപ്പൊ ഈ കൗണ്ടറിലിരുന്ന ആ വത്സല മാമ ഒന്നും പറഞ്ഞില്ല? ഒന്നും പറഞ്ഞില്ല, ഞാൻ കേട്ടില്ല. കേട്ടു, ഞാൻ കേട്ടു, ഞാൻ കണ്ടമ്പഴി കള്ളി. ഇതെന്നാക്കാ ചേരുന്നതെന്നാക്കാ നിന്റെ മാളൂനെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടാർന്നോ? ആദാമിന്റെ പറുദീസം നഷ്ടപ്പെടാൻ കാരണം ഇത് ഹൗവ തന്നെയാ. നീ വേറെ ജാതിയാണല്ലോ, ഞങ്ങളുടെ കവനം നിനക്ക് പിടിക്കില്ലല്ലോ എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ തന്നെ എന്താ പറഞ്ഞ ബാക്കി? പിന്നെ എന്നാ പറഞ്ഞു വെച്ചാൽ എന്നോട് ചോദിച്ചു എന്നെ ഈ രോഗം ഒന്ന് മാറ്റി തരണേ സാറേന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഭർത്താവ് ഉണ്ടോ അമ്മച്ചീന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു സ്ഥിരം ഇല്ല സാറേന്ന്. അപ്പൊ അന്നേരം അങ്ങേരെ ഒരു ചോദ്യം എന്നോട്, അപ്പൊ സ്ഥിരം വീട്ടിലില്ലാതിരിക്കാൻ ഒരുപാട് ദൂരെയാണോ അങ്ങേർക്ക് ജോലി ചെയ്യുന്നത്? അങ്ങേർക്ക് ഒരു ജോലിയും കൂലിയും ഇല്ല, 24 മണിക്കൂറും വീട്ടിൽ കുത്തിയിരിക്കാണ്. കണ്ണമാലിമോളി ചേച്ചി ചീത്ത വിളിച്ചു പോയത് ഡോക്ടറെ. ചീത്ത വിളിച്ചോ? വിളിച്ചു, ഞാൻ കേട്ടതാ, ശരിക്കും എന്റെ ചെവിക്ക് കേട്ടതാ. അത് ഞാൻ പറയട്ടെ എന്നാ പറഞ്ഞെന്ന്. ഐ ആം നോട്ട് കുക്ക്, മൈ നെയിം ഈസ് വൈറ്റി. യെസ് ബോസ്, ഐ ആം വെരി ഫുൾ. ഫുൾ നിന്റെ തന്ത. എല്ലാം കോംപ്ലിമെന്റ് ആയി കഴിവേ നന്ദസാര മന്ത്രിയാക്കപ്പെടേ എന്നെ മന്ത്രി മന്ത്രത്തിൽ കുക്കറാക്കാമെന്നാ പറഞ്ഞത്. അതുകൊണ്ട് അത്രേ പറഞ്ഞോളൂ. പിന്നെ പറയണ സാറ് എണിച്ച് പോയി. ബാക്കി എന്താ പറഞ്ഞെന്ന് വെച്ചാൽ സാറ് എന്നോട് പറഞ്ഞു അമ്മച്ചി ഓക്കാനം ഉണ്ടോന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോക്ക് 2 നേരം കഞ്ഞി കുടിക്കണ്ടോന്ന് അന്വേഷിക്കും സാറേ, എന്നിട്ടല്ലേ മോക്കാനം ഉണ്ടോന്ന് ചോദിക്കാൻ. ഡോക്ടർ കലിപ്പ് തുള്ളിങ്ങി എണിച്ചില്ലേ? എണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു അമ്മച്ചോട് ഞാൻ ചോദിച്ചത് മോക്കാൻ അരിക്കൊമ്പനും ചക്കക്കൊമ്പനും ഉണ്ടോന്നല്ല ഞാൻ ചോദിച്ചത്, അമ്മച്ചിക്ക് ഓക്കാനം ഉണ്ടോന്നാ ചോദിച്ചത്. അത് ശരി. അപ്പൊ ചേച്ചി ആ ചേട്ടൻ കുത്തിയിരുന്ന പാടിയ പാട്ട് ഏതാച്ചി? പാട്ട് ഒരു നാടൻ പാട്ടാ. ചേച്ചി ഉണ്ടാക്കിയതോ അതോ മറ്റൊരു നടിച്ചു മാറ്റിയതോ? ഞാൻ കള്ളം പറയില്ല, ഞാൻ തന്നെ കേക്കട്ടെ. 8 അടി വീതിയിൽ 10 അടി നീളത്തി തങ്കന്മാരോട് വെട്ടേയതയ്യ, അങ്ങോട്ടു കാറോട്ടം ഇങ്ങോട്ടു കാറോട്ടം സായിപ്പ് കാറിലോട്ടം യതയ്യ. ഞാൻ അതിനൊന്ന് താളോട്ടോട്ടെ. ആയിട്ടു. എന്നാ പാട്. 1 2 3.
8 അടി വീതിയിൽ 10 അടി നീളത്തിൽ തങ്കന്മാരോട് വെട്ടേയ തെയ്യ അങ്ങോട്ടു കാറോട്ടം ഇങ്ങോട്ടു കാറോട്ടം സായിപ്പ് കാറിലോട്ടം യാതെയ്യ PSM വണ്ടിയുടെ ഓണടി കേൾക്കുമ്പം തങ്കന്മാരോട്ടിലെത്തിയ തെയ്യ PSM വണ്ടി മാറാ പറ്റി നിന്നവൾ 100-ന്റെ നോട്ട് വാങ്ങിയ തെയ്യ വളരെ കുത്തുപാള ഉതിരിവോളം തങ്കമ്മ നോക്കി നിന്നേയ തെയ്യ വളരെ കുത്തിലെ വെള്ളച്ചാട്ടം പോലെ നെഞ്ചിരിവൾ കേയ തെയ്യ 8 അടി വീതിയിൽ 10 അടി നീളത്തിൽ തങ്കന്മാരോട് വെട്ടേയ തെയ്യ അങ്ങോട്ട്. അമ്മേ സമയം അടിപൊളി. അതിക്രമിച്ചത് കൊണ്ടാണ് കേട്ടോ. നന്നായിരുന്നു. ഓക്കെ. അറിഞ്ഞില്ല അല്ലേ? അപ്പൊ അടുത്ത ടീമിനെ വിളിക്കാം. ചിൽ ബ്രോസ്. യെസ്, വെൽക്കം ചിൽ ബ്രോസ്. എടാ ഈ മിന്നും തരത്തിൽ അടുത്ത കണ്ടസ്റ്റന്റ് നമ്മളാണ്. നീ വല്ലതും പ്രാക്ടീസ് ചെയ്തിണ്ടാ? ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രാക്ടീസ് ചെയ്യായിരുന്നോടെ. അതല്ലേ, എന്റെ കാല് മുട്ടടിച്ചിട്ട് പാടില്ല. പേടിച്ചിട്ടാണ്. പേടിയുണ്ട്, ചെറുതായിട്ട് പേടിയുണ്ട്. ദൈവമേ, നീ ഏതൊക്കെ എടുക്കണേ? ഞാൻ ബാബു ആന്റണി എടുക്കുന്നുണ്ട്. ആരാ? ബാബു ആന്റണി. ആ ബാബു ആന്റണി എടുത്ത് നോക്കട്ടെ. എന്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം മരിക്കാണെന്ന് പറഞ്ഞ സോഫിയ. ഒരു ദിവസം കടലിൽ ചടിച്ചിട്ട് എന്നെ കോടീശ്വരനാക്കിയ സോഫിയ. യെസ്, അവൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് ഇവിടെ വന്നപ്പോൾ അവളുടെ കോട്ടവാതിൽ കിടക്കാൻ ഞാൻ നിന്നെ കരുവെക്കായിരുന്നു. ആ അത് വലിയ എയിമില്ലേട്ടാ. എയിമില്ല. അത് വലിയ എയിമില്ലേ? അത് തോന്നിയ സമറിട്ടാ. നീ കൈ ചൂണ്ടി സംസാരിക്കണ്ട ട്ടാ. കൈ കൊണ്ട് സംസാരിച്ചില്ലേ? കൈ ചൂണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ കണ്ണിലൂത്തില്ലേ? അതെ, ഞാനൊരു സൗണ്ട് എടുക്കട്ടെ. ഞാൻ ലാലിന്റെ ശബ്ദം എടുത്താലാ? സിദ്ദിഖ് ലാലല്ല, ലാല് നന്നായി വെച്ചെങ്കിൽ പറഞ്ഞോളൂട്ടാ. കൂതന്തുരത്തിൽ പാറപ്പറമ്പിൽ നാരായണൻ മകൻ സത്യനാരായണൻ, സത്യൻ നരൻ നരേന്ദ്രൻ കൃഷ്ണൻകുട്ടി ശിവകുമാർ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത 1000 പേരുകൾ. പണ്ട് കൂനന്തുരത്തിൽ നിന്ന് മുങ്ങിയ പയ്യൻ പൊങ്ങിയത് MP-യിൽ, മധ്യപ്രദേശിൽ, അവിടെ നിന്ന് ബീഹാറിൽ നിന്ന് കൊൽക്കത്ത. ഇതല്ല നിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി. താങ്ക് യു. എടാ നീ എന്ത് വർത്താനാണ് പറയുന്നത്? പോരാന്നാ? ശരിയല്ലേ? കുറച്ചും കൂടെ ഒക്കെ പറയായിരുന്നു. അതെ അല്ലേ? എന്നാ നീ എടുക്ക നോക്കട്ടെ. ഞാൻ എടുക്കാം. ഞാൻ മധുവിന്റെ എടുക്കാം. മധുവിന്റെ എടുക്കൂല? അന്ന് മധുവിന്റെ അടുത്ത് കേക്കട്ടെ. എടാ, നീ ആ 10 സെന്റിൽ ഇങ്ങനെ മാറി നിന്നിട്ട് നീ എന്ത് കാണിക്കാനാടാ? എനിക്ക് നിന്നെ കണ്ടുകൊണ്ടിരിക്കണം. അതുകൊണ്ട് പറയാ, നീ ഇങ്ങോട്ട് വാ. നീ ആദ്യം ആ കൂവനന്തരത്തുള്ള ആ പെണ്ണിന്റെ കൂടെയുള്ള ആ പൊറുതി ഒന്ന് മാറ്റേ. ആ അത് ശരി. അപ്പൊ മധുവിന്റെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പ്രേമനസീർ എടുക്കും. നമുക്ക് നോക്കാം. ആ പ്രേമനസീർ ഈ മലയാള സിനിമാവേദിയിൽ ഈ ഒരു വ്യാഴവട്ടക്കാലമായി ഈ ഒരു പൊട്ടനായും ഒരു ഭ്രാന്തനായും വേഷം അഭിനയിച്ചു. രാഷ്ട്രീയത്തിലിറങ്ങിയാൽ ഈ ഒരു മുഖ്യമന്ത്രി വേഷം കെട്ടുവാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എൻ്റെ മണ്ടിപ്പെണ്ണൊന്ന് ചിരിച്ച് എങ്ങനെയല്ല ഈ കലാഭവൻ മണി ചിരിക്കുന്ന മാതിരി. താങ്ക് യു. എങ്ങനെയുണ്ട്? എന്റെ മറ്റേ ഐറ്റം എടുത്തല്ലേ? ഏത്? ചാന്തോട്ടാ. ആ എടുത്തോളൂ നോക്കട്ടെ. ആ എടി റോസി, ആ നിനക്ക് എന്നോട് എന്താ എല്ലാവരും എത്തിയിട്ട് പീഡിപ്പിക്കുക? നാട്ടിലാണെങ്കിൽ ക്ലീറ്റസ്, ഇവിടെ ആണെങ്കിൽ ആ കുറുപ്പും, എല്ലാവരും കൂടി എന്നെ പീഡിപ്പിക്കുക. ആ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ദിലീപിന്റെ വേറൊരു വോയിസ് എടുക്കട്ടെ? ആ എടുത്തോളൂ. കുട്ടിക്കൊരു കാര്യം അറിയോ? ഹേ തും കുത്ത ബേ കുത്ത ലവ് ഹേ. ആ മിണ്ടാപ്രാണികളെ കാര്യം ആലോചിച്ചിട്ടാ ജൂലി, അർജുൻ, അവരുടെ സ്നേഹം അങ്ങനെ ഹടിബോടായി. അവർക്ക് ജനിക്കാൻ പോണ കുട്ടികൾക്ക് വേണ്ടെങ്കിലും നമുക്കൊന്നായിക്കൂടെ? അവർക്കൊരു അച്ഛനമ്മനും വേണ്ടേ? എന്ത് പോലീസിനെ വിളിച്ച് പക്കിലടിക്കുന്നോ? അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. അത് അത്ര പോരാ. നീ അത് പറയും. നീ ആ തൃപ്രയർ അമ്പലത്തിന്റെ പ്രോഗ്രാമിന് പോയിട്ട് നിന്നെ അവിടുത്തെ സംഘാടകരെ പിടിച്ച് ചവിട്ടി കൂട്ടിയതല്ലേ? ചവിട്ടി കൂട്ടില്ല, നിന്നെ എന്തോ കൊന്നുന്നാ എന്തൊക്കെ പറഞ്ഞില്ല? നീ എന്തുട്ടാ പറയണ്ട? നിനക്ക് ഇത് പോണേറ്റ് മുന്നേ എന്റെ കയ്യിൽ നിന്ന് കിട്ടും. അടുത്തത് ഞാൻ ആ തിലകന്റെ ശബ്ദം ഒന്ന് എടുത്തോട്ടെ. തിലകൻ സാറ് എടുത്തോക്ക്. പ്രഭാകര, പണ്ട് വിജയവാഡയിലെ ഹസന ഹോട്ടലിൽ വെച്ച് ഒരു മാർവാടിയെ തല്ലിക്കൊന്ന് അയാളുടെ കയ്യിലുണ്ടായിരുന്ന 4 ലക്ഷം രൂപയും തട്ടിയെടുത്ത് നമ്മ രണ്ടുപേരും കൂടി ചേർന്ന് വപ്പാതി പങ്കിട്ടത് എത്ര പെട്ടെന്ന് മറന്നു പ്രഭാകര? നീ എനിക്കൊരു കള്ള പാസ്പോർട്ട് എടുത്തതാ. ഞാൻ വല്ല മലേഷ്യയിലോ സിംഗപ്പൂരോ പോയി വല്ല കൂലിപ്പണി എടുത്ത് ജീവിച്ചോളാം. എന്നാലും പ്രഭാകര, എന്നെ ആ കൊപ്രക്കളത്തിലോട്ട് മാത്രം വിടല്ലേ. കുഴപ്പമില്ല.
ഞാൻ പത്മജയുടെ വോയിസ് ഇട്ടെ പത്മജ വേണുഗോപാല്. ആ നോക്കട്ടെ. ഞങ്ങൾ വീട്ടിലൊരുമിച്ച് താമസിക്കുകയാണെങ്കിൽ കൂടി ഞങ്ങൾ ഇന്ന് എല്ലാവരും ഞങ്ങളെ അങ്ങോട്ട് സ്നേഹിച്ചിട്ടൊന്നുമില്ല. ആ രീതി തന്നെയാണ് ചേട്ടനാണെങ്കിലും. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴും ഞങ്ങളാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രിയുടെ മോനാണെന്നുള്ളൊരു കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് കുട്ടികളായിട്ടൊന്നും ഞങ്ങൾ കളിച്ചിട്ടും അങ്ങനെ വളർന്നിട്ടൊന്നുമില്ല. ഞാൻ ഇനി ദുൽഖർ സൽമാന്റെ ശബ്ദം എടുക്കാൻ പോകണം. എങ്ങോട്ട് പോണു? അല്ല ഇവിടെ നിന്നിട്ട് തന്നെ എടുക്കാൻ പോകണം ദുൽഖർ സൽമാൻ. അതേടാ, ഞങ്ങൾ തെരുവ് പട്ടികളാ. തെരുവ് പട്ടികൾക്ക് ഉടമകളില്ല, ചത്താലും മുറ്റക്കെട്ട. പിന്നെ നിന്റെ ഈ എറണാകുളം സിറ്റി അതിന് വലിയ ഉറപ്പൊന്നുമില്ലടാ. അതൊക്കെ കെട്ടിപ്പൊക്കിയത് ഗംഗയുടെയൊക്കെ ചോരടാ. ചോരക്ക് ചോരട വിളി കേൾക്കണടാ.